മലബാറിലെ പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമുക്കറിയാം, ഇത് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. പുതിയ വിദ്യാഭ്യാസ മന്ത്രി മലബാറിനെ കിട്ടി. പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള ഷംസുദ്ദീൻ MLA, മണ്ണാർക്കാട് MLA, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി. സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയ മാറ്റങ്ങൾ മലബാറിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേങ്കിൽ എല്ലാ തവണത്തെ പോലെ ഇത്തവണ എന്താണ്, മലബാറിലെ വലിയൊരു വിഭാഗം കുട്ടികൾ സീറ്റില്ലാതെ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. മലബാർ ജില്ലകളിലെ നമ്മൾ മലപ്പുറമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചു, ഭീകരമായ അവസ്ഥയിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയാണ്. ഈ മലപ്പുറം ജില്ലയെ ഒരു യൂണിറ്റായിട്ട് പരിശോധിക്കുന്ന സമയത്ത് അവിടെ മൊത്തം അപേക്ഷ നൽകിയ, അതായത് 10ാം തരം പാസ്സായി തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് +2 പഠനത്തിന് അപേക്ഷ നൽകിയ കുട്ടികളുടെ എണ്ണം അത് 82,665 പേരാണ്. അത്രയും വലിയൊരു കുട്ടികൾ എന്തുന്നുണ്ട് ഇത്തവണ +1 സീറ്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ നിലവിൽ നമ്മളുടെ സർക്കാർ സംവിധാനത്തിൽ ഈ ഗവൺമെൻറ് മേഖലയിൽ പഠിക്കാനുള്ള ഗവൺമെൻറ് സ്കൂളുകളും അതുപോലെ തന്നെ ഗവൺമെൻറ് സഹായം നൽകുന്ന എയ്ഡഡ് സ്കൂളും പഠിക്കാനുള്ള വേക്കൻസി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ 47,210. അതായത് 82,635 പേര് അപേക്ഷ നൽകുന്നു. അതിൽ ഗവൺമെൻറ് സംവിധാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിക്കേണ്ടുന്ന സീറ്റ് എന്ന് പറയുന്നത് 47,210. അപ്പോൾ 35,455 കുട്ടികൾ എന്താണ് +1 സീറ്റ് കിട്ടാത്ത അവസ്ഥയിൽ മലപ്പുറം ജില്ലയിൽ മാത്രം എന്താ മാറിക്കൊണ്ടിരിക്കുകയാണ്. സമാനമായ പ്രതിസന്ധി മറ്റു ജില്ലകളുണ്ട്, പാലക്കാടുണ്ട്, കാസർഗോഡുണ്ട്. പക്ഷെ മലപ്പുറത്താണ് അതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ. മലബാർ മേഖല മറ്റു ജില്ലകളിൽ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, 10 വർഷക്കാലം പ്രതിപക്ഷത്തുണ്ടായിരുന്ന ആളുകളാണ് ഇത്തവണ ഭരണത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രതിപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്ന നിലക്ക് MSF ആണെങ്കിലും മറ്റ് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണെങ്കിലും ഈ വിഷയത്തിൽ ഒരു പോസിറ്റീവായ നിലപാട് ഭരണം മാറിയാൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്തായിരുന്നു ഈ മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ നിന്ന് പോലും UDFന് അനുകൂലമായുള്ള തരംഗം മലപ്പുറം ജില്ലയിലടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ രീതിയിൽ ഒരു നീതി പുലർത്തുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്ററുടെ പ്രസ്താവന നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന KM ഷാജി MLA, അദ്ദേഹം അവസാനം കൊടുത്ത ബൈറ്റിൽ പറഞ്ഞത് മലപ്പുറം ജില്ലയുടെ പ്രശ്നം അതിരൂക്ഷമാണ്, മലബാറിലെ പ്രശ്നം കുറച്ച് വലിയ പ്രശ്നമാണ്, തൽക്കാലം അത് സഹിക്കില്ലാതെ മാർഗമില്ല എന്നുള്ളതാണ്. ഒരു ഭരണകൂടം ഭരണത്തിലിരിക്കുന്ന മന്ത്രി അവരുടെ ജനങ്ങളോട് പറയാണ് ഇത് നിങ്ങൾ സഹിച്ചേ പറ്റൂ എന്നുള്ളൊരു വളരെ നെഗറ്റീവായൊരു സംഗതിയാണ് ഈ വിഷയത്തിൽ എന്തുള്ളത് ഭരണകൂടത്തിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ പറയുന്നത് മാർജിനൽ സീറ്റ് നൽകി എന്നുള്ളതാണ്, മാർജിനൽ സീറ്റ് അഡീഷണൽ സീറ്റ് നൽകി എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു 3rd അലോട്ട്മെൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ സമരങ്ങൾ അതിരൂക്ഷമാവുന്ന സമയത്താണ് കൂടുതൽ അഡീഷണൽ സീറ്റുകൾ, മാർജിനൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച് നൽകാറ്. പക്ഷെ ഇപ്രാവശ്യം അത് നേരത്തെ നൽകി എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. സാധാരണ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഈ പ്രക്രിയ നടക്കാറ്. ഈ എല്ലാ വർഷം നടക്കുന്ന പോലെ 30% മാർജിനൽ ഇൻക്രീസ്മെൻ്റ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കാറ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒരു മാതൃക എന്നല്ല ഒരു സംഗതി കാണിച്ചത്, അവർ നേരത്തെ ഇത് പ്രഖ്യാപിച്ചു. ആ സീറ്റിലൂടെ എന്ത് ചെയ്തു, അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെ ആ സീറ്റും കടന്നുപോയി. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു അധ്യാപകന് 50 വിദ്യാർത്ഥികൾ എന്നുള്ളതാണ് നിലവിൽ കേരളത്തിൽ ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷെ അത് ഈ മാർജിനൽ സീറ്റ് വർധനവ് കൂടെ വരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലബാർ ജില്ലയിലെ ഒരു കലാലയത്തിൽ +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ അധ്യാപകന് 50 വിദ്യാർത്ഥികൾക്ക് പകരം 60, 70, 80 വരെ ആളുകൾ എന്ത് ചെയ്യണം പഠിപ്പിക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം അവിടെ നടക്കൂല. കാരണം ഒരു അധ്യാപകൻ ഇത്രയും കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇതിൽ കാർത്തികേയൻ മുന്നേ സർക്കാർ സമർപ്പിച്ച നിയോഗിക്കപ്പെട്ടുള്ള കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ അത് കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. തുടർന്ന് വന്ന സർക്കാരും അതിനെ മൈൻഡ് ചെയ്യാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ളത് മലബാർ മേഖലയിലേക്ക് താൽക്കാലിക ബാച്ചുകളല്ല, സ്ഥിരം ബാച്ചുകൾ എന്ത് ചെയ്യണം, സർക്കാർ അനുവദിച്ചു കൊടുക്കണം. സ്ഥിരം ബാച്ചുകൾ അനുവദിച്ചാലേ ഈ ഒരു പ്രശ്നം സീറ്റ് പ്രതിസന്ധിയോടൊപ്പം തന്നെ ഈ കൂടുതൽ കുട്ടികൾ ഒരു അധ്യാപകൻ പഠിപ്പിക്കേണ്ടുന്ന പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുള്ളൂ. മാത്രമല്ല, രണ്ടാമതായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് മലബാർ ജില്ലയിൽ ഹൈസ്കൂളുകൾ ഒരുപാടുണ്ട്. അതായത് ഹയർ സെക്കൻഡറി ഇല്ലാത്ത എന്നാൽ ഹയർ സെക്കൻഡറി ആകാൻ സൗകര്യപ്പെടുന്ന ഹൈസ്കൂളുകളുണ്ട്. ഈ ഹൈസ്കൂളുകൾ സർക്കാർ എന്ത് ചെയ്യണം,
ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും അവിടെ പുതിയ ബാച്ചുകൾ അനുവദിക്കുകയും ചെയ്യണം. മൂന്നാമത്, ഇത്തരത്തിൽ സീറ്റ് പ്രതിസന്ധി വളരെ ഭീകരമായി അനുഭവിക്കുന്ന മലപ്പുറം ജില്ലയെ പോലത്തെ ജില്ലകളിൽ സർക്കാർ പ്രത്യേക വിദ്യാഭ്യാസ പാക്കേജ് ആ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കണം. അതായത് മറ്റു തെക്കൻ ജില്ലകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന ബാച്ചുകളുണ്ട്, ആ ബാച്ചുകളെ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതി അടക്കം, പിന്നെ പ്രത്യേക അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളുകൾക്ക് എത്തിച്ചിട്ട് അവിടെ +2 പുതിയ ബാച്ചുകൾ ജില്ലകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ സ്പെഷ്യൽ പാക്കേജിലൂടെ മലപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ രീതിയിൽ ഒരു മലപ്പുറം ജില്ലയിൽ സ്പെഷ്യൽ പാക്കേജ് അനുവദിച്ചിട്ട് എന്നാലേ ഈ പ്രശ്നത്തിന് എന്തേ ഉള്ളൂ പരിഹാരം കാണാം, ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് 30 വർഷാവർഷം നടത്തുന്ന 30% മാർജിനൽ ഇൻക്രീസ്മെന്റ് മാത്രമാണ് പ്രതിവിധിയെങ്കിൽ മലപ്പുറം ജില്ലയിൽ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ സർക്കാർ എന്ത് ചെയ്യും, പരാജയപ്പെടും. ഇനി ഇതിൽ പരിഹാരം സർക്കാർ കണ്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ പാവപ്പെട്ട, പിന്നെ നമുക്കറിയാം മലപ്പുറത്ത് തീരദേശ മേഖലയിലുള്ള ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവരൊക്കെ വളരെ വലിയ രീതിയിൽ ഫീസ് കൊടുത്ത് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് പഠിക്കേണ്ടുന്നൊരവസ്ഥ മലപ്പുറത്ത് നിലവിലുണ്ട്. ആ നിലവിലുള്ള അവസ്ഥ തുടരും. അത് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കാണ് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരിക. പൊതുജനങ്ങൾ എന്ന നിലയിൽ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, സർക്കാരിന് സ്വാഭാവികമായിട്ടും തെക്കൻ കേരളത്തിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, പല ബാച്ചുകളും കുട്ടികളില്ലാത്ത അവസ്ഥ ഉണ്ട്, പല സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ നേരെ ഒരു വിപരീതമായ അവസ്ഥയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ലയിലെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെന്ന് മാത്രമല്ല മലബാർ മേഖലകളിലെ +1 സീറ്റിന് പ്രതിസന്ധി, സ്ഥിരം ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളത് മാത്രമാണ് ആ പ്രതിസന്ധിക്ക് പരിഹാരം എന്നുള്ളതാണ്.